ഗ്രാമർ ലൈറ്റിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷ ഭംഗിയായും തെറ്റുകൂടാതെയും സംസാരിക്കുന്നതിനും എഴുതുന്നതിനും നമുക്ക് ചില നിയമങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് നിയമങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കുവാനും എഴുതുവാനും എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. നോക്കൂ, നമുക്ക് കുറച്ച് പദങ്ങൾ ആദ്യം പഠിക്കാം. ആദ്യം നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ നെയിം, എന്തിൻ്റെയെങ്കിലും പേര്, അതാണ് നൗൺ. ഫോർ എക്സാമ്പിൾ, താജ്മഹൽ, ഹോഴ്സ്, പെൻ, മാംഗോ, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് നൗൺ. താജ്മഹൽ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ മോണുമെൻറ്റ്. ഹോഴ്സ് നെയിം ഓഫ് ആൻ ആനിമൽ. അങ്ങനെ പേരിനെ സംബന്ധിക്കുന്നത് അതാണ് നൗൺ. രണ്ടാമത്തെ പദം വേർബ്. എന്തെങ്കിലും ആക്ഷൻ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത് വെർബ്, മലയാളത്തിൽ ക്രിയ എന്ന് പറയും. എക്സാമ്പിൾ, റൈറ്റ്, വാക്ക്, റൺ, റീഡ്. ഇതെല്ലാം പ്രവൃത്തികളാണ്. അതിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതായിട്ട് നമുക്ക് പരിചയപ്പെടേണ്ട വാക്ക് സിംഗുലർ. വൺ തിങ് എന്നെഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ഒന്നിനെപ്പറ്റി പറയുന്നത് അതാണ് സിംഗുലർ, മലയാളത്തിൽ ഏകവചനം. എക്സാമ്പിൾ, ബുക്ക്, കപ്പ്, ചൈൽഡ്, ടേബിൾ. ഇതെല്ലാം ഒന്നിനെപ്പറ്റി പറയുന്നതാണ്. അതെല്ലാം സിംഗുലറാണ്. നാലാമത്തേത് പ്ലൂരൽ. ദാറ്റ് മീൻസ് മോർ ദാൻ വൺ തിങ്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെപ്പറ്റി പറയുന്നതിനെ നമ്മൾ പ്ലൂരൽ എന്ന് പറയും. ഈ സിംഗുലറിൻ്റെ എക്സാമ്പിൾസ്, ബുക്ക് എന്നുള്ളത് ബുക്സ്, കപ്പ് വിൽ ബിക്കം കപ്സ്, ചൈൽഡ് വിൽ ബിക്കം ചിൽഡ്രൻ, ടേബിൾസ് ആകും. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെപ്പറ്റി പറയുന്നതിനെ നമ്മൾ പ്ലൂരൽ എന്ന് പറയുന്നു. 4 കാര്യങ്ങൾ പറഞ്ഞു. നൗൺ, പേര്, വെർബ്, ആക്ഷൻ, സിംഗുലർ ഒന്നിനെപ്പറ്റി സംസാരിക്കുന്നത്, പ്ലൂരൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെപ്പറ്റി പറയുന്നത്. ഇനി നമുക്ക് 2 വാക്കുകൾ കൂടി പഠിപ്പിക്കാനുണ്ട്. സബ്ജക്റ്റ് എന്നും പ്രെഡിക്കറ്റ് എന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് അവയെന്ന് നോക്കാം. എക്സാമ്പിൾ, ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. ഈ സെൻറ്റൻസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, അതായത് സെൻറ്റൻസിൻ്റെ ഹീറോ, അത് ഹീ ആണ്. അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ സെൻറ്റൻസിലെ പ്രധാനപ്പെട്ട ഭാഗമായ ഹീ. ഈ ഹീ ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങൾ, ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളെ നമ്മൾ പ്രെഡിക്കറ്റ് എന്ന് പറയുന്നു. ഈസ് ഗോയിങ് ടു സ്കൂൾ, അതാണ് പ്രെഡിക്കറ്റ്. മനസ്സിലായില്ല സബ്ജക്റ്റും പ്രെഡിക്കറ്റും? ഇനി നമുക്ക് ഒരു സെൻറ്റൻസ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു എന്നുള്ള സെൻറ്റൻസ് ഒന്ന് ഇംഗ്ലീഷിലാക്കി നോക്കാം. സൂര്യനും കിഴക്കും ഉദിക്കുന്നു, 3നും നമുക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ സൺ റൈസ് ഇൻ ദ ഈസ്റ്റ് എന്ന് നമുക്ക് പറയാൻ തോന്നും. പക്ഷേ സെൻറ്റൻസ് ശരിയായില്ല. കാരണം സൺ എന്നുള്ളത് സിംഗുലറും റൈസ് എന്നുള്ളത് പ്ലൂരലുമാണ്. ഈ പ്ലൂരലിനെ സിംഗുലറാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എസ് ചേർത്തിരിക്കുന്നത്. അങ്ങനെയാണ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് ശരിയായ സെൻറ്റൻസ് ആകുന്നത്. സിംഗുലറായ ഈ സണ്ണിനെ റൈസ് എന്നുള്ള പ്ലൂരലിന് എസ് ചേർത്ത് ഈ സണ്ണിന് വേണ്ടി റൈസസ് ആക്കിയിരിക്കുന്നു. അതായത് അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, എന്തുകൊണ്ടാണ് റൈസ് പ്ലൂരലാകുന്നത് എന്ന്. ഓർക്കുക, ഇംഗ്ലീഷിലുള്ള എല്ലാ വെർബുകളും പ്ലൂരലാണ്. ആ പ്ലൂരലിനെ നമ്മൾ സബ്ജക്റ്റിന് വേണ്ടി സിംഗുലർ ആക്കുകയാണ് ഇവിടെ. അതല്ല, ഈ സബ്ജക്റ്റ് പ്ലൂരൽ ആയിരുന്നുവെങ്കിൽ ഈ റൈസ് തന്നെ മതിയായിരുന്നു. നോക്കൂ, ഹോഴ്സസ് റൺ ഫാസ്റ്റ്. ഹോഴ്സസ് പ്ലൂരലാണ്, അതുകൊണ്ട് റൺ എന്ന് മതി, റൺസ് എന്ന് വേണ്ട. മറിച്ച് ഹോഴ്സ് ആയിരുന്നെങ്കിൽ ഹോഴ്സ് റൺസ് ഫാസ്റ്റ് എന്ന് പറയേണ്ടി വരുമായിരുന്നു. ഓർക്കുക, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. അതിന്
നമുക്ക് ഭാഷാ നിയമത്തിലെ ആദ്യത്തെ ഒരു നിയമം ഓർപ്പിക്കാം. സബ്ജക്റ്റ് വെർബുമായിട്ട് എഗ്രി ചെയ്യണം, അല്ലെങ്കിൽ മാച്ച് ചെയ്യണം, പൊരുത്തപ്പെടണം. എങ്കിൽ മാത്രമേ ഈ സെൻറ്റൻസ് ശരിയാവൂ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഷീ ഡാൻസസ് ഓൺ ദ സ്റ്റേജ്. ഷീ ഈസ് സിംഗുലർ. ഡാൻസ് എന്നുള്ള പ്ലൂരലിനെ നമ്മൾ എസ് ചേർത്ത് സിംഗുലറാക്കി. സോ ദാറ്റ് ബിക്കംസ് ഷീ ഡാൻസസ് ഓൺ ദ സ്റ്റേജ്. സെൻറ്റൻസ് ശരിയായി. ഹോഴ്സസ് പ്ലൂറലായതുകൊണ്ട് റൺ എന്ന വെർബ് മാത്രം മതി. ഹോഴ്സസ് റൺ ഫാസ്റ്റ്. അനദർ എക്സാമ്പിൾ, ടീച്ചർ ടീച്ചസ് മാത്സ്. ടീച്ചർ സിംഗുലർ, ടീച്ച് പ്ലൂറൽ, എസ് ചേർത്ത് നമ്മൾ ടീച്ചേഴ്സ് ആക്കി. ഈ സെൻറ്റൻസ് ശരിയാക്കി. ഓർമ്മ വയ്ക്കുക, സബ്ജക്റ്റ് ഷുഡ് എഗ്രി വിത്ത് ദ വെർബ്. സബ്ജക്റ്റ് വെർബുമായിട്ട് എഗ്രി ചെയ്യണം. അതാണ് ആദ്യത്തെ നിയമം. അത് ഓർത്തിരിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.